ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി തേനിയിലേക്ക് ട്രിപ്പ് പോകണമെന്ന് വിചാരിക്കുന്നത്. നമ്മൾ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുറച്ച് തമിഴന്മാരുണ്ട്. അപ്പോൾ അവരെ നാട്ടിലേക്ക് ഒന്ന് പോയി കാണണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കണം. ആ ഒരു ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് നമ്മളെ ഈ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാം. ഹായ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് എത്തിക്കുകയാണ്. നമ്മളെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നാട്ടിലാണ്. കണ്ണൻ, അതേപോലെ അൻപ്, കാർത്തി, ഇവരെ നാട് കാണാൻ വേണ്ടി വന്നാട്ടോ. അവരെ തോട്ടാണിത്. അവരെ തോട്ടാണ് കാണുന്നത് കേട്ടോ. ഇവര് നമ്മളെ നാട്ടിൽ വന്നിട്ട് ചെറിയ റൂമൊക്കെ എടുത്ത് താമസിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര റിച്ചാ, ഭയങ്കര പെരിയ കാസുകാരൻ. അതാണ് അവര്. ഷബന, അപ്പൊ നമ്മളെ കണ്ണപ്പതാ അത് തെങ്ങൊക്കെ നല്ല ഉയരണ്ടല്ലോ. കാണപ്പോ നമ്മളെ നാട്ടിലത്തെ മരുന്നല്ല, ரொம்ப ഹൈറ്റ് ഇருக்கு അല്ലേ? ദൊങ്കടമാ പക്കത്തിലാ അമ്പ് വീടോ? അതെ, വീടല്ലേ? എന്താ സ്ഥലം അമ്പക്കിട്ടെ? ശരി. അപ്പൊ ഇവരെ തോട്ടണ്ട് കാണുന്നൊക്കെ, തെങ്ങുണ്ട്. അപ്പൊ കാണപ്പോ അപ്പൊ നൊങ്കും വരെ പക്കൽ തന്നെ 1/2 കിലോമീറ്റർ താണ്ടിട്ട് നൊങ്കിന്റെ തോട്ടമുണ്ട്. ഇവര് നമ്മളോടൊക്കെ വരുന്നത് നൊങ്കിന്റെ ബിസിനസിന്റെ സമയത്ത് മാത്രം അവര് കൊണ്ട് വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ 6 മാസം അവിടെ ഉണ്ടാവും. നല്ല ദിവസം ഇളനീര് വെട്ടി കൊടുത്തു കേട്ടോ. കുടിക്കണ ഇളനീര് നല്ല എങ്ങനെയുണ്ട് ഇളനീര്? അടിപൊളിയല്ലേ? അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ തേങ്ങക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് കേട്ടോ. പക്ഷെ ഇവിടെ നല്ല തേങ്ങ ഡിമാൻഡില്ല, കാരണം നല്ല തേങ്ങ ഉണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റും അല്ലേ, പിന്നെ ഇവര് ഈ കഠിനാധ്വാനാണ് തേങ്ങയൊക്കെ. എല്ലാവർക്കും ഉണ്ട്, ആരും പേടിക്കണ്ട, വെറുതെ കാണിക്കണ്ട. ഇത് കട്ട് പണിയിട്ട് ഓന് ഏത് മരത്തിനും മുകളില. അപ്പോൾ കണ്ട എല്ലാവർക്കും ഇളനീരുണ്ട്. കുട്ടികൾക്ക് കൊടുത്തു. ശബനാന്റെ കയ്യിലൊരു കാലി ഇളനീരുണ്ട്. കാലി അത് കട്ട് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി നല്ല സുഖണ്ട്, മധുരണ്ടടി. ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ ഇതട്ടോ കണ്ണാപ്പ ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇളനീരൊക്കെ വെട്ടിത്തരുന്നുണ്ട്. ഈ തോട്ടത്തിൽ വന്നിട്ട് ഈ കുടിക്കണ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. ഭയങ്കര രസാട്ടോ. ഇവിടെ അതിന്റെ തോട്ടത്തില് തേങ്ങ കൊണ്ടുവന്ന് നല്ല മധുരമുണ്ട്. ഇളനീരട്ടോ. നമ്മളിപ്പോ എത്രാമത്തെ കുടിക്കണത് വല്ല കഥയുണ്ടോ? അപ്പൊ ഞാൻ ഈ ടൂറിന് പോയിട്ട് ഇന്റെ എല്ലാ പറയും. കഴിച്ചോ ഇതെന്താണ്? തിന്നോ? ഇളനീരിന്റെ കുറച്ച് ഇതായിക്കണല്ലോ, കുറച്ച് മൂത്തില്ലേ? മതി പിടിക്കതൊക്കെ മേടിച്ചൂടെ? എന്താണ് അടുത്ത നൊങ്കത്ര, അതും കൂടെ തിന്നിട്ട് പോകാം. ഇതാണ് അൻപ്. ഇത് ആര്? മച്ചാ. അങ്ങ് വന്നില്ലേ? ഇളനീര് നമുക്ക് വേണമെങ്കിൽ വെട്ടിച്ചോ കൊടുന്നാണ് പറയും. അപ്പൊ നമ്മളോട് വന്ന കാരണം അൻപെടുത്തോന്ന് നൊങ്കട്ടേക്ക് കാണുന്നത് കേട്ടോ. തമിഴ്നാട് നോക്കി നമ്മള് കഴിച്ചിട്ടില്ലല്ലോ. തമിഴ്നാട്ടിൽ വന്നിട്ട് അവിടുത്തെ നൊങ്ക് കഴിച്ചിട്ടില്ല. ഇത് എന്താ ഒരു നൊങ്ക്? ഈ നൊങ്കിന്റെ ഉണ്ടല്ലോ, ഈ മേലത്തെ ഈ സാധനല്ലേ, ഇത് കളയാൻ പാടില്ല. ഇത്രയും ഇതോടുകൂടി കഴിക്കണം എന്നാ പറഞ്ഞത്. ഇവര് കളഞ്ഞിട്ടല്ലേ നമ്മള് കഴിക്കാൻ നാട്ടിൽ നിന്നൊക്കെ. കളയാൻ പാടില്ല. ഇവരിത് ഇങ്ങനെ കഴിക്കണം എന്നാ പറഞ്ഞത്. നമ്മള് കഴിച്ചാലും വയറിനും ഒക്കെ നല്ലതാണെന്ന് അല്ലേ? നമ്മളിപ്പോ അടുത്തവരവിടെ വന്നപ്പോഴാണ് ടേസ്റ്റ് അല്ലേ. തോലോട് കൂടി കഴിക്കുമ്പോ ഒരു വേറെ വൈബാ. കർണനെ കണ്ടില്ലേ നമ്മള്? അൻപ് എല്ലാരും വീട് പാക്കണോ? പണി മുടിഞ്ഞില്ലേ? ഇന്നും മുടിയല്ലേ? സീക്കിരം പോയി വാ. കണ്ണപ്പ இருக்குல்ல கண்ணப்பா, இங்க ஏதாவது இருக்கு சொன்ன? அருவியா பெருசா? ഓരോ സ്ഥലങ്ങള് പോയിട്ട് മതി അണ്ണാ, മതി മതിയാ? ഇത് നമ്മളെ കാർ വേല മുടിച്ചാ? അത് ശരി. ഇപ്പൊ ഇന്ന നേരത്തില് വേല മുടിമാ? അപ്പൊ ഇത് കഴിഞ്ഞ പിന്നെ എന്നെ പണോ ഉറക്കം? അത് ശരി.
അത് ശരി ഇല്ല ഇതൊക്കെ ഫുള്ളല്ലേ ഇതാ നല്ല സാപ്പിട്ട് നൊങ്ക് സാപ്പിട്ട് കാലിച്ചായ കുടിക്കണം ചോദിക്കണത് ഒരു ക്ലാസ് കുഞ്ഞു ക്ലാസ് അല്ലേ ഇത് അങ്ങനെ എന്താ കിടച്ചാ നമ്മളിതാ ഇവിടെ അൻപിന്റെ ഒക്കെ നടത്തി അപ്പൊ അവര് നമ്മളെ ചായ അടിക്കാൻ വേണ്ടി വിളിക്കാം കാലിച്ചായ കുടിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. ചായ കുടിച്ചാലോ നമുക്ക് പോയിട്ട് നിങ്ങൾക്ക് വേണോ ചായ വേണോ ആർക്കും വേണോ ഒരു അല്ലച്ചിരി ചായ വേണോ അല്ലുക്ക് ചായ വേണ്ടല്ലോ രണ്ട് ചായ മതി വേണ്ട 2 ചായ ഇവിടെ നാട്ടിലത്തെ ചായക്കടയിൽ നമ്മൾ ഒന്ന് മതി നല്ല ടേസ്റ്റ് ചായ നല്ല ടേസ്റ്റ് ഉണ്ടാവും പറഞ്ഞു എന്തായാലും കുടിച്ചോട്ടെ കുടിച്ചോക്കട്ടെ ചെറിയ പാക്കറ്റിലാക്കിട്ട് മിക്സറൊക്കെ ഒക്കെ കാർത്തി പക്കത്ത് നമുക്ക് കൂട് അപ്പൊ അൻപിന്റെ വീടാ നമ്മുടെ ഇവിടെ മേലെ ഇല്ല അവരുടെ വീടിന്റെ അടുത്ത് തന്നെ എത്ര ശരി അടിപൊളി ചായ കേട്ടോ സൂപ്പർ ചായ അടിപൊളി നല്ല ഇറക്കുന്ന പറഞ്ഞു നല്ല ഇറക്ക് അതെ ടയർ പൊട്ടി കുടിച്ചു നൊങ്ക തന്നു ഇതാ നമ്മളെ കണ്ണാപ്പാടെ ഭാര്യ കേട്ടോ ചേച്ചി എല്ലാ ചാനലിൽ വന്നിടും ചേച്ചി യൂട്യൂബിൽ വന്നിருக்கு പ്രശ്നമില്ല ചേച്ചി നമുക്ക് മാങ്ങൊക്കെ പൊടിച്ചാ നോക്കണം കേട്ടോ. ചേച്ചി ഇത് പുളി ഉണ്ടോ? പുളി ഉണ്ടോ? മാങ്ങ പുളി ഉണ്ടോ? അതാണ് നമ്മളെ ചേച്ചി, സ്വന്തം ചേച്ചി. ചേച്ചി എപ്പോഴും നമ്മളെ വിളിക്കും ഇങ്ങോട്ട് വരാൻ വേണ്ടി. അന്ന് കൊടൈക്കനാൽ പോയപ്പോ വിളിച്ചല്ലോ. നമുക്ക് സമയത്തത് വരാന്. വേറൊരു ദിവസം ചേച്ചി വീട്ടിക്ക് നിക്കാൻ വരും. ചേച്ചി വീട്ടിക്ക് കണ്ടിപ്പോ വരും. ചേച്ചി പോട്ടെ. ചേച്ചി വണ്ടിയില് ലോഡ് ഞാൻ കണ്ടോളികള് തേങ്ങ കറി വെക്കാല തേങ്ങ ചക്ക അവിടെ കൊണ്ടുപോയി വെച്ചിക്കണു. മാങ്ങ വെക്കണ കേട്ടോ. ഇതെന്താ സംഭവം? കാർത്തിയുടെ വീട്, അവരെ റൂമ മക്കളെ. ഇത് റൂമിലില്ലാത്ത സാധനങ്ങളില്ല. തൊടാൻ പറ്റുമോ? തൊട്ട കളിക്കും. അൻപിന്റെ വീട് എത്തിട്ടാ. അൻപിന്റെ വീട് ഇതൊക്കെ നമ്മളവിടുത്തെ. ഇതാണ് ബോർഡ്. വാ ഞാൻ വന്ന 10 ദിവസം നിൽക്കും പോകില്ല. എനിക്കെല്ലാം പ്രതികാരം ചെയ്തിട്ടേ പോകുള്ളൂ. ഇതാണ് കണ്ണാപ്പ വീട്. ചേച്ചി കൂട് കൊണ്ടുപോകുമാ കൊണ്ടും. ഇതെന്താ? വേണ്ട ചേച്ചി, വേണ്ട. ചേച്ചിയെ விவசாயிகளின் தொடர் போராட்டம் மற்றும் விவசாயிகளின் கோரிக்கையை மற்றும் உச்சிக்கொள்ள தற்காலிகமாக நிறுத்தி வைக்கப்பட்டுள்ளதாக தெரிவிக்கப்பட்டுள்ளது.
இதனால் ஓரளவுக்கு நிம்மதியடைந்துள்ள மக்கள் திட்டத்தை கைவிடுவதுதான் ചേട്ടാ എൻ പയ്യ ഒരാൾ സമ്പാദിച്ച് 2 മാടി വീട് കെട്ടണം അമ്മ மக்களின் உயிர்க்குரலாக നല്ല മണം உள்ளது. ഞാൻ എപ്പോഴും പൂവെല്ലാം വാങ്ങി ഇഷ്ടമാ കെട്ടി വെച്ചതാ അപ്പൊ അടുത്ത വർഷം